ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മത്തങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. സിമ്പിൾ റെസിപ്പിയാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി ചോറിനാൻ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മത്തങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മത്തങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ കുരുവൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് മതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോള, വലിയൊരു സവോള എടുക്കുന്നുണ്ട് കേട്ടോ. അതല്ല ചെറിയ ഉള്ളി ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 10-15 ചെറിയ ഉള്ളി ചേർത്താലും മതി. എന്നിട്ട് ഒരു പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഉള്ളി വാടി കിട്ടണം കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. നമ്മളിതിൽ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട, എരിവിനനുസരിച്ച് ചേർത്തോളൂ. ഞാനിപ്പം വലിപ്പമുള്ള ഒരെണ്ണം ആണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മത്തങ്ങ കൂടി ചേർക്കുന്നതുകൊണ്ട് തന്നെ മത്തങ്ങയ്ക്കും കൂടി ഉള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. മത്തങ്ങ അങ്ങ് ഒരുപാട് വലിയ പീസാക്കി എടുക്കണ്ട, എന്നാൽ തീരെ ചെറിയ പീസും ആവരുത്, ഒരു മീഡിയം ടൈപ്പ് ഈ ഒരു വലിപ്പത്തിലുള്ള പീസസ് ആക്കി എടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് ചെറുതാക്കി കഴിഞ്ഞാൽ അങ്ങ് ഉടഞ്ഞു പോവും. നല്ല വലുതാണെങ്കിലും ഇത്തിരി വേവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടണമെങ്കിൽ ഈ ഒരു വലുപ്പത്തിലുള്ള പീസസ് ആയാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഒരു മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിത് എടുത്തിട്ട് അതിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി കേട്ടോ. 1/2 ടീസ്പൂൺ തികച്ചെടുക്കണം എന്നില്ല, കാരണം നമ്മൾ പച്ചമുളക് എടുത്തുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് എരിവുള്ള കറിയല്ല, എന്നാൽ അത്യാവശ്യം എരിവ് വേണം താനും, ആ ഒരു അളവിൽ. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ കൂടെ എത്ര എരിവ് വേണോ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടിയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട, കളറ് ചേഞ്ച് ആവും കേട്ടോ. എന്നിട്ട് ആ പൊടികൾ ചേർത്തിട്ട് ഒരു മിനിറ്റ് കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവും ഒരുപാട് കൂടരുത്, കാരണം മത്തങ്ങയാണ് ഒരുപാട് അങ്ങ് ഉടഞ്ഞ് കലങ്ങിപ്പോവും. അതുകൊണ്ട് വേവാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ആ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ വേണം അടച്ച് വയ്ക്കാൻ. എന്നിട്ട് കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മത്തങ്ങ ഒന്ന് വെന്ത് വരട്ടെ. ഒരുപാട് ഉടഞ്ഞു പോവരുത്, എന്നാൽ നന്നായി വേവും വേണം. ഉടയാറാവുന്ന ഒരു പരുവം, ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. അങ്ങ് കലങ്ങി പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വയ്ക്കാം. അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്, നന്നായി വേവട്ടെ കേട്ടോ. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്ത് വയ്ക്കാം. ഒന്ന് ഒതുക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. മത്തങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. മത്തങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നമ്മുടെ മത്തങ്ങ റെസിപ്പീസ് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ള റെസിപ്പീസ് ഒരുപാടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഞാൻ ഒരു മിക്സ്ഡ് ജാർ എടുക്കുന്നുണ്ട്. നല്ലൊരു പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. ഞാൻ പീസസ് ആക്കി കട്ട് ചെയ്തൊന്ന് പൾസ് മോഡിൽ കറക്കി എടുത്താണ്. നിങ്ങൾക്ക് ചെറിയ തേങ്ങ എടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ 1/4 ടീസ്പൂണിൽ താഴെ മതിയാവും. ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാം. ഒരുപാട് അരഞ്ഞു പോകരുത്, എന്നാൽ ഒന്ന് ചതച്ച് കിട്ടുകയും വേണം. അതായത് നമ്മുടെ തോരൻ്റെ പരുവത്തേക്കാൾ ഒരു ഇത്തിരി കൂടി, എന്നാൽ അങ്ങ് അരയുകയും പാടില്ല, ആ ഒരു പരുവം കേട്ടോ. കുറച്ച് ഒന്ന് തീരെ ചതച്ചെടുക്കരുത്, ഒരു ഇച്ചിരി കൂടി അരയണം, എന്നാൽ ഫൈനായിട്ട് അരയുകയും ചെയ്യരുത്, ആ ഒരു പരുവം. അപ്പോൾ ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാം. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കണ്ട, കാരണം ഓൾറെഡി നമ്മൾ മത്തങ്ങയിൽ മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു അരപ്പ് മാത്രം മതി. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വെളുത്തുള്ളി ചേർക്കാം കേട്ടോ, ഇഷ്ടമുള്ളവർക്ക് മാത്രം. അപ്പോൾ അതൊന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ മത്തങ്ങയൊക്കെ അത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ, നമ്മൾ അരപ്പ് എടുക്കുമ്പോൾ ഒരു ഇത്തിരി വെള്ളം ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വെള്ളം ആവാതിരുന്നാൽ മതി.
ചെറിയ ഒരു വെള്ളം ഉള്ളത് നല്ലതാണ്. അപ്പോൾ ദാ മത്തങ്ങയൊക്കെ നന്നായി വെന്തു. ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഒന്ന് ചതക്കിയല്ല, ഒരു ഇച്ചിരി കൂടി ആയിട്ടുണ്ട്, എന്നാൽ ഒരുപാട് അരയാവില്ല. ആ ഒരു പരുവം. നമ്മൾ ഈ കൈകൊണ്ട് ഞെരടിയൊക്കെ ഇടുമല്ലോ, ആ ഒരു രീതിയിൽ ഇടരുത്, ഒരിത്തിരി ഒന്ന് അരയണം, അത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇത്തിരി വെള്ളത്തിൻ്റെ അംശമുള്ളത് നല്ലതാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ വേണം എന്നുണ്ടെങ്കിൽ, വെള്ളം തീരെ കുറവാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഫ്ലെയിം കുറച്ച് വെച്ചോളൂ. എന്നിട്ട് ഇടയ്ക്ക് നമുക്ക് ആ തവി കൊണ്ട് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഇട്ടങ്ങ് ഉടയ്ക്കരുത്, എന്നാൽ കുറച്ചൊന്ന് ഉടയ്ക്കുകയും വേണം. ആ ഒരു പരുവായിരിക്കണം കേട്ടോ. ഇങ്ങനെ ഒത്തിരി പീസസ് ആയിട്ട് കിടക്കരുത്. 1-2 പീസായി കിടന്നോട്ടെ, കുഴപ്പമില്ല. എല്ലാം ഇങ്ങനെ പീസസ് ആയിട്ട് കിടക്കരുത്. ഒന്ന് ഉടച്ച്, എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഉടയ്ക്കാനും പാടില്ല. ആ ഒരു പരുവം. ഈ ഒരു രീതിയിൽ എടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഉടഞ്ഞു പോരുത്, എന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് ഉടച്ച് ആ ഒരു പരുവത്തിലെടുക്കാം. എല്ലാം കൂടെ ഒന്ന് ജോയിൻ്റ് ആവണം, എന്നാൽ ഒരുപാടങ്ങ് കുഴയാനും പാടില്ല. ആ ഒരു പരുവത്തിൽ കേട്ടോ. ചെറിയ പീസസ് അങ്ങും ഇങ്ങുമൊക്കെ ഉണ്ട്, ഒരുപാടങ്ങ് ഉടഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ വേണം എടുക്കാൻ, നല്ല ടേസ്റ്റാണ്. ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം. ഒരു മിനിറ്റ് അത്രയും മതിയാവും. ഒരിത്തിരി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവണം, ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത്. ഒരിത്തിരി ചെറിയൊരു കുഴവ് പോലെ തോന്നണം. ആ ഒരു പരുവമായിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചർ ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ലാസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ചിട്ട് ഇട്ട് കൊടുക്കാം. വേണം എന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ് കേട്ടോ. വേണം എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. നല്ല പച്ച വെളിച്ചെണ്ണയിൽ ഇത്തിരി കടുക് താളിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ മത്തങ്ങ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.